എനിക്കൊരു അടിപൊളിയുള്ള ഭക്ഷണം തന്നെ. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൻ്റെ ഹലോ പറമ്പിൽ ഒരു കുരുമുളക് നിപ്പുണ്ട്. ഒന്നല്ല, ആക്ച്വലി കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ മാത്രമല്ല എൻ്റെ സിസ്റ്റേഴ്സും ഉണ്ട്, ഞങ്ങൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് വ്ളോഗ് എടുത്തുകൊണ്ട് കുരുമുളക് അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു. അതിന് അതാടെ സൈഡായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഒരാൾ മഡ്ബാത്ത് ചെയ്യുന്നു, വേറെ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഹലോ, ഹായ് പറേ. വാ 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 ജാതി. വേറൊരാൾ അവിടെ നിൽപ്പുണ്ട്, വേറൊരാൾ ഇവിടെ, വേറൊരാൾ അവിടെ. എല്ലാരും കൊള്ളാം, മിടുക്കരായിട്ട് നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ കുരുമുളകിന്റെ മരം. കണ്ടോ, നല്ല വിളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വീട്ടില് അമ്മയോടൊന്നും ചോദിച്ചില്ല, പക്ഷെ അങ്ങ് പറിക്കാന്ന് വിചാരിച്ചു. ചോദിക്കണോ? അവസാനം പിച്ചി വെച്ചിട്ട് കരിമ്പച്ചാണെന്നെങ്ങാനും പറയുകയാണെങ്കിൽ നല്ല കോമഡി ആയിരിക്കും. ഉണ്ടാതിരിക്കും കുട്ടി, അതെന്റെ വ്ളോഗിൽ വരുന്നു. വ്ളോഗ് ഇവിടെ വരാം. എല്ലാരും ഭയങ്കര ക്രിറ്റിസിസമാണ്. വ്ളോഗ് അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം. എല്ലാരും ഭയങ്കര ക്രിറ്റിസിസമാണ്, അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആർക്കും വ്ളോഗിൽ വരാൻ ധൈര്യമില്ല. വേറൊരാൾ ഇവിടെ ഉണ്ട്, പല്ലെടുത്ത് വായിക്കകത്ത് നെല്ലിക്ക പോലെ ഇരിക്കുന്നു. അങ്ങനെ വളരെ പച്ചയായ ജീവിതമാണ് ഇവിടെ നടക്കുന്നത്. ഒരാൾ വെറുതെ ഒരു പറമ്പിൽ കുഴിയെടുക്കുന്നു, തടം എടുക്കുന്നു. വല്ല തെങ്ങോ കവുങ്ങോ വല്ല ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. ഇതൊരു അവക്കാഡോ മരമാണ്, കണ്ടോ ഗൈസ്. ഇവിടെ നമ്മള് പറമ്പിൽ ആദ്യം വെച്ച ഒരു അവക്കാഡോ മരമാണിത്. ഇതിനകത്ത് ആരാ പ്ലാസ്റ്റിക് കൊണ്ടിട്ടേക്കുന്നത്? ഇതാണ് നമ്മുടെ വ്ളോഗിങ് എക്യുപ്മെന്റ്സ്. സോറി, ഇതാണ് നമ്മുടെ കുരുമുളക് പിച്ചുന്ന എക്യുപ്മെന്റ്സ്. ഇത് നമ്മുടെ വട്ടി, നമ്മുടെ മുറം. ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണല്ലേ. പക്ഷെ നമ്മളൊക്കെ ഇത് പരമ്പരാഗതമായി കൈമാറി യൂസ് ചെയ്ത് വരികയാണ്. ആക്ച്വലി പ്രത്യേകിച്ച് ഒന്നുമില്ല, കുരുമുളക് പറിക്കാൻ വളരെ ഈസിയാ. ഇതിങ്ങനെ ഈ തിരി തെറുത്ത് നിൽക്കുന്നത് ഇങ്ങനെ പിച്ചുക, അങ്ങോട്ട് ഇടുക. കണ്ടു, ഇത്രേ ഉള്ളൂ സംഭവം. ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നും അല്ല ഗായ്സ് കുരുമുളക് പറിക്കുന്നത്. നമ്മളെല്ലാ പ്രാവശ്യം ഇവിടെ ഇടുമ്പം പറിക്കാറുണ്ട്. എന്നിട്ടത് കഴുകി ചൂടുവെള്ളത്തിട്ട് കഴുകി ഉണക്കും. അയ്യോ, ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് എന്റെ സഹോദരി വന്ന് ഒന്നും പറയാനില്ല. സഹോദരി ബാക്കിലിരുന്ന് ഞാനിവിടെ ഏപ്രണൊക്കെ കെട്ടി തൂക്കി. എന്തിനോ എനിക്കറിഞ്ഞൂടാ. അടുത്ത വർഷത്തെ മികച്ച ഇടവിള കർഷകയ്ക്കുള്ള അവാർഡ് ഞാൻ തന്നെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ, മനസ്സിലായോ? ആണ്ട് ഒരാൾ വേറെ വന്നിട്ടുണ്ട്, ആണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കും. അതെന്തിനു നമ്മളിങ്ങനെ പിച്ചെടുക്കും. പ്രത്യേകിച്ച് ഇതിങ്ങനെ പിച്ചൊന്നും ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ തവണ പിച്ചപ്പോ എത്രയാ, ഒരു 8 കിലോ കൊണ്ട് കിട്ടിയായിരുന്നു. ആ ഉണ്ടായിരുന്നേ, ഇയാളില്ലായിരുന്നു, നമുക്ക് അത്രയും കിട്ടിയായിരുന്നു. കുറെ കുരുമുളക് ഉണ്ടായിരുന്നു. കുറെ കഥ പൊഴിഞ്ഞു പോയേക്കുന്ന. ആക്ച്വലി എന്താണോ എന്തോ നമ്മളിവിടെ അല്ലാതെ വേറെ എന്തുവാ കൃഷിയുള്ള? ആക്ച്വലി വേറെ ഒന്നും ഇല്ലല്ലേ. മുളകും കറിവേപ്പിലയും മല്ലിയിലും അത് കാണിച്ചു കൊടുക്കാം. ഒന്ന് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് സോറി
ഇവിടെ പിന്നെ നിരിക്കുന്ന കൃഷി ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇതാ ഏലക്കയല്ലേ? ഇതൊരു ഫേക്ക് മല്ലിയിലയാണ്. ഇത് ചൈനീസ് മല്ലിയില. ഇത് മല്ലിയിലയുടെ മണമുണ്ട്, പക്ഷെ ആക്ച്വലി മല്ലിയില അല്ല. ഇതെന്തോ? അത് ഏലക്ക. ഇത് കഴിഞ്ഞ തവണ ഇവര് ഏലക്കല്ല, ഈ മഞ്ഞള് സോറി മഞ്ഞളല്ല ഇത്. ഇത് ആക്ച്വലി മഞ്ഞളാന്ന് തോന്നുന്നു. മഞ്ഞളോ ഇഞ്ചിയോ ആണിത്. വീണ്ടും ഞങ്ങൾ കുരുമുളകിലേക്ക് റാൻഡമായി വന്നു. ഇവിടെ ഒരാളുടെ പൊക്കത്തിൽ ചീര നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു സൈസിലെ ചീര, ഒരു പച്ച ചീര, കുപ്പച്ചീര എന്ന് പറയും നമ്മളിവിടെയൊക്കെ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വെയിൽ കിട്ടണമെന്ന് തോന്നുന്നു. എനിക്കറിയാൻ വയ്യ. ഞങ്ങൾ അപ്പാമ്മയെങ്ങാണ്ട് ഇത് വെച്ചത്. ഇപ്പം നമ്മൾ കൃഷിയായിട്ട് ഏറ്റെടുത്തങ്ങ് നടത്തുക എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത കർഷക സ്ത്രീ തന്നെ. എടുത്തോ? കണ്ടിന്യൂ വിത്ത് കുരുമുളക് പിച്ചൽ പ്രോസസ്സ്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത്രയെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേയൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ അത് എടുക്കാൻ പാടാ. ലാഡർ വല്ലതും വെച്ചൊരു കയറി എടുക്കാനൊക്കെ ഉണ്ട്. നമ്മൾ താഴെ നമുക്ക് പറിക്കാൻ പറ്റുന്ന സൈഡിൽ നിൽക്കുന്നതെല്ലാം പിച്ചെടുക്കാം എന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ ഇവിടെ നിന്നപ്പോഴായിരുന്നു എനിക്കൊരു അടിപൊളി ഗിഫ്റ്റ് കിട്ടിയത്. ഇവിടെ ഇന്ന് ഷാഡോവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നേരം ഇവിടെ നിന്നൊരു വൃത്തികെട്ട കടന്നൽ വന്ന് എൻ്റെ മൂട്ടിലിട്ട് കൊത്തി മുതുകത്ത്. അയ്യോ, അതോടെ ഞാൻ കുളിപ്പിക്കലും നിർത്തി, കുരുമുളക് പറിക്കലും നിർത്തി. പിന്നെ ഇതേപോലെ വേറൊരു സംഭവം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നായിരുന്നടേ, നമ്മൾ ഇന്നാൾ ഇതിന്റെ മണ്ടയ്ക്ക് ഒരു ചേര ചുറ്റിയിരിക്കുന്ന അത് ഈ പ്ലാവിനകത്ത് ചേര ചുറ്റിയിരിക്കുന്നത്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ. അതുകൊണ്ട് നല്ല രസമാണ്. ഇതൊക്കെ വളരെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ എല്ലാരും ഇന്റർലോക്കും ഈ മണ്ണും പൊടിയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ ഇന്റർലോക്ക്, പിന്നെ പുറത്തോട്ടൊന്നും നടക്കത്തില്ല കൊച്ചു പിള്ളേരൊക്കെ, അങ്ങനത്തെയൊക്കെ സെറ്റപ്പ് ആയി. പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ, നമ്മൾ ചെടിക്കകത്ത് മെഴുകിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. അതെ, അങ്ങനെ നല്ല രസമാണ്. ഞങ്ങൾ പറ്റുന്ന അത്രയും കുരുമുളക് പഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. 6 മണിയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം സെറ്റാക്കണം. അല്ലെങ്കിൽ പിന്നെ ഇരുട്ട് വീണൊന്നും കാണാനൊക്കത്തില്ല. വളരെ അതികഠിനമായിട്ട് കുരുമുളക് പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഡെഡിക്കേഷൻ, ഒന്നും പറയാനില്ല. വായിൽ ഒരു പല്ലെടുത്തിട്ടാണ് ഈ കിടന്നും അഭ്യാസം കാണിക്കുന്നത്. രാത്രിയാകുമ്പോ എന്ത് കോലാവുമെന്ന് അറിയത്തില്ല. പല്ലുകളുടെ എണ്ണ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിച്ചിളക്കിയതല്ല ഗൈസ്, അതിങ്ങനെ പറിച്ചത് എടുത്തതാണ്. ഓക്കെ, കൊള്ളാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അമ്മേന്ന് ശരിക്കും വിളിക്കും. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ പിന്നിലിരിക്കുന്ന ക്യാമറാമാൻ ചിരിക്കണം എന്നുണ്ട്. പിന്നെ ആ ഒരു സൗണ്ടിന്റെ ഒരു എന്താ പറയുക, മോഡുലേഷൻ പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു കോൺഷ്യസ് ആയതുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ല, റാൻഡം, ജസ്റ്റ് റോ ലൈഫ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു കുരുമുളകുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. വ്യത്യസ്തമായ കാഴ്ച ഇത് കണ്ടു. എന്റെ ദൈവം, ഇവിടെ എന്താണ് നടക്കുന്നത്? ഒന്നും പറയാനില്ല. ഇവിടെ ഒരു തള്ള ഒരു വശത്ത്, പിള്ളേര് വേറൊരു വശത്ത്, വേറൊരെണ്ണം ദാണ്ട് ഇവിടെ കിടന്ന് മെഴുകുന്നു. എന്തൊക്കെ അവസ്ഥകളാണ്. വേറൊരു സംഭവം കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ? ഹായ്. എന്റെ കൊച്ചിലായിരുന്നപ്പോ മേടിച്ചതാണ് ഇത്. കാണിച്ചു കൊടുക്ക്. എന്റെ കൊച്ചിലായിരുന്നപ്പോ മേടിച്ച ക്രിസ്മസിന്റെ ഐറ്റംസ് ആയിരുന്നു ഇത്. ഇതിന്റെ എന്റെ ഉണ്ണീഷു ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കാണാൻ ബാക്കിൽ ലേബൽ ചെയ്യണം. ഔസേ പിതാവ്, രാജാക്കന്മാര്, മേരി മാതാവ്,
എല്ലാം ഉണ്ടാകും. പക്ഷെ ഇപ്പൊ ഒന്നും ആ ഒരു വൈബില്ല. പണ്ടൊക്കെ ആയിരിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് അത് പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ പണ്ട് കൊച്ചില് എനിക്ക് ക്രിസ്മസ് കൂടെ ഉണ്ടാക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ പക്ഷേ മേടിച്ച് തരാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ ഒരു പാവന് ഉടുതുണിയൊക്കെ ഉരിഞ്ഞ് കളഞ്ഞിട്ട് ഒരു വെള്ള തുണിയിൽ ചുറ്റി ഒരു കച്ചി വെച്ച് വീടൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു കാലം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊക്കെ 1000 രൂപയുടെയൊക്കെ 2000 രൂപയുടെയൊക്കെ എന്താണ് സെറ്റ് വാങ്ങാൻ കിട്ടും ഫുള്ളായിട്ട്. പക്ഷെ അന്തക്കാലത്തിലിരുന്ന് അത് ഇച്ചിരി ടഫായിരിക്കും. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. നമ്മൾ ഇച്ചിരി കുരുമുളക് ഇവിടെ ഒന്നും ഇല്ല തോന്നണേ. മുളക് എന്റെ മുളക് അത് ഉണങ്ങി അതിന് വെള്ളം ഒഴിക്കും. ഈ ഒരു സെക്ഷനിൽ കുറച്ച് കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയില്ല. നമ്മളെ കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കുരുമുളക്. ഇത് കുറ്റി കുരുമുളകാണ്. ഇത് കുറ്റി കുരുമുളക് കുറച്ചെണ്ണം ഒക്കെ ഉണ്ട് ഇവിടെ. ഒന്നിങ്ങനെ പിച്ച് പിച്ച് കിടക്കും. നല്ല പോച്ച കയറി കിടക്കുവാണ്. ഇവിടെ ഒന്ന് കിളക്കണം കേട്ടോ. എന്ത് എടുക്കാം അടിയിൽ എന്തൊക്കെ കുത്തുന്നു. പച്ചമുളക് നമ്മുടെ നല്ല എരിവാന്ന് തോന്നല്ലേ. നല്ല എരിയുള്ള പച്ചമുളകാ. ഒരെണ്ണം ഇട്ടാൽ തന്നെ ഉണങ്ങിപ്പോയി. മൂട് വരെ പുകഞ്ഞു കയറും. നമ്മുടെ കറിവേപ്പില ഇവിടെയുണ്ട്. കറിവേപ്പില കുറച്ച് കറിവേപ്പിലകളൊക്കെ ഉണ്ട്. ചില ആൾക്കാരൊക്കെ വന്ന് ഇവിടെ മേടിച്ചോണ്ട് പോകും. അപ്പൊ നമ്മള് ഇത്രയുമാണ് ഇന്ന് കുരുമുളക് പറിച്ചേ. ഇനിയും കുറച്ചൊക്കെ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും കൊണ്ട് നിർത്തുക. കാരണം കുറച്ച് ഇരുട്ടി തുടങ്ങി. ഇവിടെ ഇത്രയും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്തു ചെയ്യും? ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണോ അവിടെ? ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇത് എല്ലാം അപ്പോഴത്തേക്ക് ഇത് ഉരിഞ്ഞു വരും. ഈ തിരി മാറിയിട്ട് ഈ കുരുമുളക് മാത്രം. എന്നിട്ട് നമ്മൾ ഉണക്കി എടുത്ത് പിന്നെ പൊടിക്കുകയെ ആവശ്യാനുസരണം യൂസ് ചെയ്യും. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി കുരുമുളക് പിച്ചൽ വ്ളോഗായിരുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.